മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തണുത്തുറഞ്ഞ വയനാട് ജില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ജില്ലയിൽ കനത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. പല ദിവസങ്ങളിലും താപനില 10 ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ്. തണുപ്പ് കൂടിയതോടെ ജില്ലയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വൈകിയാണ് വയനാട് ജില്ലയിൽ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ശൈത്യകാലമെത്താൻ വൈകിയെങ്കിലും നിലവിൽ കടുത്ത തണുപ്പാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പുതുവർഷം പിറന്നതു മുതലാണ് തണുപ്പ് രൂക്ഷമായത്. കഴിഞ്ഞ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ താപനില 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് രേഖപ്പെടുത്തിയത്. പകൽ സമയങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും തണുപ്പ് വിട്ടുമാറാത്ത അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും രാത്രി തണുത്ത കാറ്റും വീശുന്നുണ്ട്. 50 വർഷങ്ങൾക്ക് ശേഷം മുമ്പ് വയനാട്ടിൽ ഇതുപോലെ കൊടും തണുപ്പിൽ ഉണ്ടായിരുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അതേ തണുപ്പ് വീണ്ടും വയനാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കാലത്ത് 5 മണിക്ക് എണിക്കാനൊന്നും കഴിയാത്തൊരു വിധയുടെ കയ്യും കാലൊക്കെ ഭയങ്കര തണുപ്പ്, കോച്ചു വിളിക്കൽ. ഇപ്പോൾ കാലാവസ്ഥൻ്റെ മാറ്റം കൊണ്ട് വന്നതാണോ എന്ന് അറിയില്ല. പണ്ടൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ അനുഭവിച്ചത് ഇപ്പോഴാണ്. തണുപ്പ് കൂടിയതോടെ ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായി എത്തുന്നത്. നിപയും പ്രളയവും തകർത്ത വിനോദസഞ്ചാര മേഖലയ്ക്ക് നിലവിലെ കാലാവസ്ഥ പ്രതീക്ഷ നൽകുന്നു. അതേസമയം കൊടും തണുപ്പ് തോട്ടമേഖലയിൽ കാര്യമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മീഡിയ 1 വയനാട്.